സംസാരിക്കുന്നത് എത്രമാത്രം വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിന് നല്ല ഇതുണ്ട്, കാറ്റുള്ളതുണ്ട്. ഇതാണ് ടാസ്കുകളോ ഇവിടെ കാർത്തിപ്പള്ളി ജംഗ്ഷനിലോട്ടുള്ള ടാസ്ക് വളവ്. കാർത്തികപ്പള്ളി സ്കൂള് ഇതാണ് കാർത്തികപ്പള്ളി ജംഗ്ഷൻ. ഇതാണ് കാർത്തിപ്പള്ളി ജംഗ്ഷൻ. കുരിശൊക്കെ ഉണ്ട്. നമ്മൾ നേരെ വിടുന്നു. ഈ റോഡ് വൈബല്ലേ, വലിയ തിരക്കില്ലെങ്കിൽ നൈസാ വണ്ടി ഓടിച്ചു. തിരക്കെന്ന് പറഞ്ഞാൽ ആ റോഡാ നമ്മുടെ നങ്ങ്യാറോടങ്ങനെ വിട്ട് നിൽക്കുന്നപ്പോൾ ആ റോഡിലെ തിരക്ക് കൂടും. ഇവിടെ വലിയ തിരക്കില്ല. ഇതാണ് തോട്. പണ്ട് ഇതുവഴി നമ്മുടെ ആലപ്പുഴയെ കൊല്ലം കണക്ട് ചെയ്ത് പോകുന്ന ബോട്ടൊക്കെ ഉണ്ട് ഈ തോട്ടിനകത്ത് കൊണ്ട്. ഇപ്പൊ ഇതുവഴി തൊട്ട് അപ്പുറത്തെ വീട്ടിൽ പോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ കാണാം. നല്ല പാടവും പുഴയും മരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു നാടാണ്. എന്തായാലും പറഞ്ഞോട്ട് ഇവിടുത്തെ ആൾക്കാരകത്തും വെള്ളം പുറത്തും വെള്ളം. നവ്യതായാലും നമ്മുടെ നാട്ടുകാരിയാണ്. അതെ അതെ അതെ. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ തലമുറയാണ്. നമ്മുടെ അശോകന്റെ വീട് നമ്മുടെ NTPC-ലാണ്, തിരുമാനാണ്. പിന്നെ നമ്മുടെ KPSC ലളിതയുടെ വീട് നമ്മുടെ രാമപുരത്താണ്. വീട് എവിടെ? രാമപുരത്ത്, ആക്ച്വലി രാമപുരത്താണ്, മധുരയില്ലാത്തതാണ്. നമ്മളിപ്പോ ഒരു ഗുഹയ്ക്കകത്ത് കൂടി ഇങ്ങനെ കയറി കുടിച്ചു. അയ്യോ വലിയ ഗുഹയായിപ്പോ. വലുതായല്ലോ. നമ്മുടെ ശ്രീ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമുള്ള അതിമനോഹരമായ കടകൾ, ചുംബികളായ കടകൾ. ഇത് അടിപൊളി നല്ല ഫ്രെയിമുകളുള്ള നല്ലൊരു സ്ഥലമാണ്. ഫോട്ടോ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അങ്ങോട്ട് പോയി അടിപൊളി. നമുക്ക് രണ്ട് വഴി കൂടെ പോകാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ വടക്കേ നടയിലും ഇതുവഴി പോയി കഴിഞ്ഞാൽ തെക്കേ നടയിലും ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദിശ തമ്മിൽ മാറിപ്പോകും. വടക്കേതാ കിഴക്കേതാ തെക്കേതാന്ന് അറിയില്ല. ഈ വളവ് ഒരു സീൻ വളവാ. പണ്ട് ഇല്ല, ഇതിപ്പോ ടാർ ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെയുള്ള സ്പീഡിൽ വരുന്ന ആൾക്കാർ തെക്കോട്ടല്ലേ ദർശനം? തെക്കോട്ടാണ് ദർശനം. പോടാ കിഴക്കോ, ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ കിഴക്കോടാ. കിഴക്കാ ദർശനല്ലേ. ഇവിടെ മറ്റേ ഇത് അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക അമ്പലത്തിൽ. ഭജനമല്ലായിരിക്കും. നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്ത് കാണോ? ഓ കൊള്ളായില്ലേ ഫ്രെയിം? നല്ല കോഫി. ചായ പറ. എന്നാ 2 കോഫി. വെയിറ്റിംഗ് ചായക്ക്. ഉണ്ട്, ഉള്ളിവട ഉണ്ട്, നെയ്യപ്പം ഉണ്ട്, പപ്സ് ഉണ്ട്. ഉള്ളിവട എടുത്താലോ? എടുത്തോ. എനിക്ക് ഉള്ളിവട വേണം. എന്നാൽ ഒരു ഉള്ളിവട ഒരു ബോണ്ട എടുത്തു. എടുത്തിട്ട് വാ. സെൽഫ് സർവീസാ. എടുത്തോ. ബോണ്ടയും ഉള്ളിവടയുമായി അശ്വിൻ എത്തിയിരിക്കുകയാണ്. വെയിലോണ്ട് തിരിഞ്ഞിരിക്കുക. ചൂടുണ്ടോ? തിളച്ച സാധനം. ബൂസ്റ്റ്, കോഫി, കോളം, മത്സ്യം. കരട്ടിയാണോ? പോടാ.
ആ ഫ്രെയിം നോക്കി, നല്ല രസമുണ്ട്. പോക്കറ്റില്ലോ അവരുടെ വഴിയിലേ ഞാൻ വന്നിരുന്നില്ലേ. ഇനി എന്താ പരിപാടി? കുറച്ചു നേരം ആൽത്തറ പരിക, സംഗീതാലാപനം കേൾക്കാം. ആൽത്തറ പരിക വൈബ. ഇതില് വൈബ അവിടെ പോയിരിക്കുന്നത്. അവിടുത്തെ ആൽത്തറ ആ കുളത്തിനവിടെ. അവിടെ വേറെ കുളമുണ്ട് ഗൈസ്, അത് അടിപൊളിയാണ്. അങ്ങോട്ട് പോയാലേ തെന്നും ചിലപ്പോൾ. കൊത്തും. വീഴല്ലേ ഇയാള്, വീഴല്ലേ. ഇത് മറ്റേ ഇതല്ല, ഫിഷ് സ്പായല്ല. അവിടെ പൊളവനിപ്പുണ്ട്. പൊളവൻ കഴിക്കില്ല കേട്ടോ. ഒരു പൊളവന്റെ കടിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താ അത്താഴം മുടങ്ങുമെന്ന് പറയുന്നത്? നീർക്കൊല അടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് കേട്ടിട്ടില്ലേ? നിനക്ക് നൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ശാസ്ത്രം അങ്ങനെ പറയുന്നത്. പോവാം. ആലത്തറ പോയാലോ? ആലത്തറ പോകാം. നടന്നു പോകാനോ? വണ്ടി എടുത്തോണ്ട് പോവാം. ഞാൻ ഇന്നാ ഫോൺ പിടി, ഞാൻ എടുക്കാം. ആധികാരികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ഭാവിയെ പറ്റി വരെ ഞാൻ സംസാരിക്കും. കയറിക്കോ. ഫോട്ടോ എടുക്കാൻ പറ്റുന്നല്ലോ. നീ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലേ? അപ്പം നിന്റെ ബാക്കിലോട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല ഇതുവരെ. ഇവിടെ നിന്ന് കൊടിമരത്തിന്റെ ഒരു ഫോട്ടോ എടുത്തേ. എന്തേലും കാണിച്ചു സാധനം സീനല്ലേ. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഊട്ടുപുര. ഇതാണ് ക്ഷേത്രക്കുളം. കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഒന്നൊന്നര കുളമാണ്. അമരം കണ്ടങ്ങ് പോവാണ്. ഇവിടെ ആരുമില്ല. കുളം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കുളം. പക്ഷെ ഞാനിതുവരെ ഇവിടെ കുളിച്ചിട്ടില്ല, നമുക്ക് പേടിയാണ്. ഭയങ്കര ആഴമാടാ, നമ്മൾ പറയുന്ന പോലല്ല, അന്യായ ആഴമാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. പറഞ്ഞ് ചളവാക്കണ്ടല്ലേ. ചൂടുണ്ടോടാ? തെന്നി പോവല്ലേ കേട്ടാ. നീന്താനൊക്കെ അറിയാം, പക്ഷെ ഒരാളെ പൊക്കി കയറ്റി നീന്താന്ന് അറിയത്തില്ല. വേണമെങ്കിൽ ഞാൻ ചാടി, നീ എന്നെ കൂടെ പൊക്കിക്കൊല്ലും. അടിപൊളിയോടാ, നല്ല ഫ്രെയിമാണ്, നല്ല ലൈറ്റ് ഉണ്ട് അവിടെ നിന്ന്. എനിക്ക് വന്ന് കോഫി കുടിച്ചിട്ട് മന്ദതയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. അമ്പലം നമ്മളൊന്ന് കാണിച്ചു തരാം. അമ്പലത്തിനകത്തോട്ട് കയറുന്നില്ല, ജസ്റ്റ് വെളിയിൽ നിന്ന് കാണിച്ചു തരാം. അല്ല നടക്കുമോ? ഫോട്ടോ എത്തിയിട്ടുണ്ട്. വണ്ണം വെച്ച് അത് കൊള്ളാം. ഒന്നുകൂടെ വയ്ക്കാം. ഇത് യാത്ര തിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര? വീട്ടിലോട്ട് പോകാം. ബാ, ഇതൊരു ഐസല്ലേ ഈ ഒരു സാധനം. ആനെ കെട്ടുന്നതാണ്, ആനെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് അടിപൊളിയില്ലേ, ഭയങ്കര ബ്യൂട്ടി അല്ലേ. അടുത്തെല്ലാം പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പ്രശ്നം. ആന ഇച്ചിരി പ്രശ്നമാണ്. കന്തൻ. നീ ഫ്രണ്ടിൽ പോയേ, ഫ്രണ്ടിൽ നിന്ന് കിട്ടൂല. ഫോട്ടോ എടുക്കാൻ പറ്റും. നിന്റെ ഫോൺ ഉണ്ടല്ലോ, സൂം ചെയ്യാം. ഫോട്ടോ
നമ്മുടെ 2-3 ഫോട്ടോ എടുക്കുന്നത് ആനയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഹരിപ്പാട് സ്കന്ദൻ. അശുംബ്രോ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാം കിട്ടിയ X200 വെച്ചിട്ട് എന്തൊക്കെ വിഷയം ഒരു പ്രത്യേക ഒരു വൈബില്ലേ ആ മ്യൂസിക്കും ആനയും ആ ലൈറ്റും ആംബിയൻസും. ഇത് ആനപ്പുണ്ടോ അമ്മടെ കൂട്ടിയിട്ടേക്കുന്നത്? കണ്ടിട്ട് തോന്നിയില്ല. ആനയെ കണ്ട സന്തോഷത്തിലാണ് നമ്മൾ. പ്രായം എത്ര ആയാലും ആനയും JCB കണ്ട ഏതാമ്പിള്ളേരും വീണു. ഓക്കെ ബൈ ബൈ. അങ്ങനെ ആനയ്ക്കൊരു വയ്യം പറഞ്ഞ് നമ്മള് എത്ര പ്രായമായാലും നമുക്ക് ആനയും JCB ശരിയാ കണ്ട ഇപ്പോഴും കൗതുകമാണ്. സ്കൈ കളർ ഫോട്ടോ എടുക്കാൻ. അതെ, ഫോട്ടോയ്ക്ക് പറ്റിയ ഫ്രെയിം ഉണ്ട്. നമ്മുടെ അമ്പലത്തിന്റെ ഇത് കാണും. ഇതാണ് ഫ്രെയിം. ഈ ഫ്രെയിം കൊള്ളാം. കുരിശിന്റെ അറിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം. വണ്ടി സ്കൂൾ എന്നാലും വിജിലംബിച്ചതേ. മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. എല്ലാ ദിവസവും നല്ല സൺസെറ്റ് അടിക്കും. അങ്ങനെ നമ്മുടെ ബ്ലോഗ് നമ്മൾ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ ഈ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.